ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഉള്ളിക്കറിയുടെ വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മുടെ ഒരു ഉള്ളിക്കറി റെഡിയാക്കാനായിട്ടേ ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കടുകും ചെറിയൊരളവിൽ ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഒരു എണ്ണയിലേക്ക് ഒരു 5-6 പച്ചമുളകും കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഈ ഒരു ഉള്ളിക്കറി റെഡിയാക്കാനായിട്ട് 2 സവാളയും ഒരു 2 പിടി ഉണ്ടായിരുന്നു കേട്ടോ ചുവന്നുള്ളിയെ. ആ ഒരു ഉള്ളി മാത്രം ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. സവാള ഇടുമ്പോൾ കുഴപ്പമില്ല, എന്നാലും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഉള്ളി മാത്രം ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലോണം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു സവാള ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് മാറ്റിയിട്ട് അവിടെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു പൊടി നല്ലോണം മൂപ്പിച്ചിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പൊടിയുടെ ഒക്കെ ആ ഒരു കുത്തലുണ്ടാവും കേട്ടോ, ഒരു പച്ചച്ചവയെ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു 4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുളക് പൊടി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണേ. ചെറിയൊരളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പൊടിയൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഉള്ളി വാട്ടിയിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. എങ്കിലാണ് ആ ഒരു ഉപ്പും പുളിയൊക്കെ നമ്മൾ വാട്ടിയ ഒരു ഉള്ളിയിലേക്ക് നല്ലതുപോലെ പിടിച്ച് കിട്ടത്തുള്ളേ. അപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ നോക്കിയ സമയത്ത് ഉപ്പ് കുറവാണേ. അപ്പോൾ ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി തിളച്ച് നല്ലതുപോലെ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടെ. അതുകൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഉള്ളിക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.